ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പിക്സൽ ലാബ് എന്ന എഡിറ്റിംഗ് ആപ്പിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ടെക്സ്റ്റ് എങ്ങനെ അടിപൊളിയായി എഡിറ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും പിക്സൽ ലാബ് ആപ്പിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കുവാനും എളുപ്പത്തിൽ പറ്റും. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് കിട്ടുന്നതാണ്. iOS ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ സെർച്ച് ബാറിൽ പോയി പിക്സൽ ലാബ് എന്ന് അടിച്ച് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ പിക്ചർ എഡിറ്റർ എന്ന് കാണുന്നതാണ്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരത്തിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ആവുന്നതാണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ അലോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വാക്കാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് മേലത്തെ പെൻസിൽ ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് എഴുതുക. ഞാനിവിടെ KGF എന്നാണ് കൊടുക്കുന്നത്. പേര് കൊടുത്തതിന് ശേഷം A എന്ന് എഴുതിയിരിക്കുന്ന സെക്ഷനിലേക്ക് പോകുക. അവിടെ സൈസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുത്ത് സെൻറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഓപ്ഷനിൽ നിന്ന് എടുക്കുക. ഞാനിവിടെ ആം റെസ്ലർ ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കളർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ 2 സെക്ഷനാണ് ഉള്ളത്, കളറും ഗ്രേഡിയൻറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഭംഗിക്ക് വേണ്ടി നമുക്ക് ബാക്കിയുള്ള ഇമേജസിൻ്റെ കളറും പാറ്റേണും ടെക്സ്ചർ വഴി അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇടേണ്ട ടെക്സ്ചറിൻ്റെ ഫോട്ടോ ഗാലറിയിൽ ഉണ്ടാവണം. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത ടെക്സ്ചർ ആണെങ്കിൽ അത് ഗാലറിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതാണെങ്കിലും അത് ഗാലറിയിൽ ഉണ്ടാവണം. ഞാനിവിടെ സ്ക്രീൻഷോട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 2 ടെക്സ്ചറാണ് അടിക്കുന്നത്. ലാവ റെഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇമേജ്. അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻഷോട്ട് അല്ലെങ്കിൽ വേറെ ആപ്പ് വെച്ച് ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. അടുത്ത ടെക്സ്ചർ KGF ടെക്സ്ചർ അടിക്കുക. സെർച്ച് ചെയ്തതിന് ശേഷം ഇമേജസിൽ പോവുക. അപ്പോൾ അടിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ KGF ടെക്സ്ചർ എന്ന് കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇഷ്ടമുള്ളൊരു ടെക്സ്ചർ എടുത്തിട്ട് ഒരു നല്ല ടെക്സ്ചർ നോക്കിയെടുത്ത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ ക്രോപ്പ് ചെയ്തിട്ടാണ് സേവ് ചെയ്യുന്നത്, മുമ്പത്തെ പോലെ. അതിനുശേഷം പിക്സൽ ലാബിലേക്ക് തിരിച്ചു പോയിട്ട് ആ ഫോട്ടോ ഇമേജുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ആ ടെക്സ്ചറിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഇഷ്ടമുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ സെലക്ട് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ സൈസ് ഇത്തിരി കൂട്ടുന്നുണ്ട്. ഇതിന് ശേഷം പാഡിങ്ങിൽ പോയിട്ട് ലെഫ്റ്റ് പാഡിങ്ങും റൈറ്റ് പാഡിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടാവുന്നതാണ്. അതിനുശേഷം സ്റ്റൈലിൽ പോയിട്ട് ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അടിയിൽ 4ാമത്തെ സെക്ഷനിൽ പോയിട്ട് കളർ ക്ലിക്ക് ചെയ്യുക. കളറിൽ 2 സെക്ഷനാണ് ഉള്ളത്. മുമ്പത്തെ പോലെ ഗ്രേഡിയൻറ്റും കളറും.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡാർക്ക് എഫക്റ്റ് വേണമെങ്കിൽ ബ്രൈറ്റ്നസ്സിൽ പോയി ബ്രൈറ്റ്നസ് ഫുൾ കുറച്ചിടുക. ഇവിടെ ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലെയുള്ള സേവ് ഓപ്ഷനിൽ സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിരിക്കുകയാണ്. ഗാലറിയിൽ പോയി നോക്കിയാൽ കാണാം നമ്മൾ എഡിറ്റ് ചെയ്ത ഇമേജ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഒരു സിനിമാറ്റിക് വീഡിയോ കൈൻമാസ്റ്ററിൽ എങ്ങനെ ചെയ്യാമെന്ന് കിഡ്സ് ടെക് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.